കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് മിശറിയോ ഞായർ, വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ച. ഇന്നത്തെ വേദഭാഗമായ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ കർത്താവ് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ആദ്യം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു, എന്നിട്ട് രോഗശാന്തി നൽകുന്നു. ഈ സംഭവം നടക്കുന്നത് ഗലീലയിലാണ്. യേശു തൻ്റെ പരസ്യജീവിതാരംഭത്തിൽ സുവിശേഷ പ്രഘോഷണവും രോഗശാന്തികളും ഇടകലർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരു നസ്രായൻ തുടങ്ങിവെച്ച ചില പുതിയ പഠനങ്ങളും രോഗശാന്തി സംഭവങ്ങളും ഫരീസയരുടെയും ജനപ്രമാണികളുടെയും കാതിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗലീലയിലെ ഈ പട്ടണത്തിൽ അവൻ വന്ന് പഠിപ്പിക്കുന്നു എന്ന് കേട്ട് അവനെ കാണുന്നതിനും ശ്രവിക്കുന്നതിനുമായി ഫരീസയരും നിയമജരും അവിടെ കൂടിയിരിക്കുന്നു. യേശു ഇത് നല്ലൊരു അവസരമായി പരിഗണിച്ചു. കാരണം യഹൂദ ജനത്തോട് അവിടത്തേക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ നല്ലൊരവസരം. താൻ ദൈവം തന്നെയാണ് എന്ന നഗ്നസത്യം ഫരീസയരെ ബോധ്യപ്പെടുത്തുവാൻ കിട്ടിയ അവസരം. താൻ ഇരുന്ന് പ്രസംഗിക്കുന്ന വീടും പരിസരവും ആളിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറേ പേർ ഒരു കട്ടിലും ചുമന്നുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നു. രോഗിയെ കണ്ടിട്ടും ജനാധിപത്യ മര്യാദ കാണിക്കാത്ത ആ കട്ടിൽ സംഘത്തെ മുന്നോട്ട് യേശുവിൻ്റെ പക്കലേക്ക് കടത്തിവിടാൻ ആരും കൂട്ടാക്കിയില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, മുമ്പേ വന്നവന് മുൻഗണന എന്ന തത്വത്തിൽ അവർ ഉറച്ചു നിന്നു. ഗതികെട്ട രോഗി സഹായികളും വിട്ടുകൊടുത്തില്ല. അവരുടെ തൃഷ്ണ വലുതായിരുന്നു. അവർ ഒരു മാർഗം കണ്ടുപിടിച്ചു. രോഗിയോടുകൂടി കട്ടിൽ പുരമുകളിൽ കയറ്റി തട്ടുപൊളിച്ച് കട്ടിൽ താഴേക്ക് കെട്ടിയിറക്കി. യേശു രോഗിയെ കണ്ട് തൊട്ട് സുഖപ്പെടുത്തി. ഇങ്ങോട്ട് വന്നപ്പോൾ കട്ടിൽ അവനെ ചുമന്നുവെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ അവൻ കട്ടിൽ ചുമന്നു. അത്രയ്ക്ക് അവൻ്റെ ശരീരത്തിനും കാലിനും ബലം ലഭിച്ചിരിക്കുന്നു. ഈ സംഭവത്തിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മനസ്സിലാക്കി ആ രോഗിയെ കൊണ്ടുവരുന്നവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവിടെ തിണ്ണയിൽ തന്നെ നിർത്തി തളർവാദ രോഗിക്ക് നിന്ന നിൽപ്പിൽ സൗഖ്യം കൊടുക്കാമായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്ന തന്നെയും പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ജനത്തെയും മെനക്കെടുത്താതെ അവർക്ക് ആവശ്യമുള്ള രോഗശാന്തി അങ്ങ് ദൂരെ വെച്ച് തന്നെ നൽകി അവിടത്തേക്ക് അവരെ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷേ അവിടുന്ന് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണമുണ്ട്. ഒന്നാമതായി, ഉൽപ്പതിഷ്ണുക്കളായി നിൽക്കുന്ന ഫരീസയരെ ഒരു പാഠം പഠിപ്പിക്കണം. താൻ ദൈവമാണെന്നും ദൈവമായതുകൊണ്ടാണ് മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതെന്നും പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആണ് കണ്ട് ഗ്രഹിക്കുന്നത് എന്ന് യേശുവിനറിയാം. രണ്ടാമതായി, ആവശ്യക്കാരന് മുമ്പിൽ വഴിമാറി കൊടുക്കാതിരുന്ന ജനത്തിൻ്റെ സ്വാർത്ഥതയും ഹൃദയ കാഠിന്യവും ഫരീസേയരും. മൂന്നാമതായി, തനിക്ക് മുഖനോട്ടമോ പക്ഷാഭേദമോ ഇല്ല, മുന്നിൽ വന്ന് കരം നീട്ടുന്നവനെ കൃപയോട് കടാക്ഷിക്കുന്ന ഒരു ദൈവമാണ് താനെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. നാലാമതായി, മനുഷ്യൻ ദൈവത്തിനു മുമ്പാകെ എത്താൻ എന്ത് ത്യാഗവും സഹിക്കേണ്ടി വരുമെന്ന ഒരു പാഠം എല്ലാവരും പഠിക്കട്ടെ എന്ന് അവൻ കരുതി. അഞ്ചാമതായി, ദൈവകൃപ ലഭിക്കും വരെ മനുഷ്യൻ സ്ഥിരോത്സാഹിയായിരിക്കണം. വിഘ്നങ്ങൾ നേരിടുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവന് ജീവിത വിജയമില്ല എന്ന് എല്ലാവരും പഠിക്കട്ടെ എന്ന് അവൻ കരുതി. ആറാമതായി, ആശ കൈവെടിയാതിരിക്കുക. നിരാശ ക്രിസ്തീയമല്ല. കട്ടിൽ വാഹികൾ ആൾക്കൂട്ടം കണ്ട് നിരാശപ്പെട്ട് പിൻവാങ്ങിയിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു ഫലമെന്ന് എല്ലാവരും ചിന്തിക്കട്ടെ എന്നവൻ ഉറപ്പിച്ചു. ഏഴാമതായി, ഒരു വഴി മുടങ്ങിയാൽ മറുവഴി കണ്ടുപിടിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ക്രിസ്തീയ പുണ്യങ്ങളിൽ ശരണത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. എട്ടാമതായി, രോഗിയുടെയും സഹായികളുടെയും വിശ്വാസം അളക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു ഇത്. അവൻ്റെ മുൻപിൽ രോഗിയെ എങ്ങനെയും എത്തിച്ചാൽ രോഗവിമുക്തി സുനിശ്ചിതമാണെന്നുള്ള ആഴമായ വിശ്വാസം ആ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. അവസാനമായി, പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ
രോഗങ്ങൾ ശമിക്കപ്പെടുമെന്നൊരു സന്ദേശം യേശു അവിടെ നിന്നവർക്ക് നൽകി. നമ്മുടെ പാപങ്ങൾ മാത്രമായിരിക്കുകയില്ല നമ്മുടെ സഹനത്തിന് കാരണം. മറ്റുള്ളവരുടെ പാപങ്ങൾക്കും പരിഹാരമായി ഞാൻ സഹിക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ഏറ്റവും അടുത്തവർ ഒന്ന് കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടാൽ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെട്ടെന്നിരിക്കും. നമ്മൾ പാപവിമുക്തരായാൽ അതിൻ്റെ ഫലം നമ്മുടെ വേണ്ടപ്പെട്ടവരും അനുഭവിച്ചെന്നിരിക്കും. ഇവിടെ നമുക്ക് ഒന്നുറപ്പിക്കാം, ആഴമായ വിശ്വാസവും സ്ഥിരോത്സാഹവും ഉള്ളവന് ദൈവകൃപയും ജീവിത വിജയവും സുനിശ്ചിതമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.